പ്രിയേ. നമ്മൾ അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം. നോക്കാം. അവിടെ വെച്ച് എന്റെ പ്രിയൻ എനിക്കങ്ങയുടെ പ്രേമം തരുമോ? സോറി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മുന്തിരിയും മാതള നാരകവും കൂടി പാറ്റി ഒന്നാന്തരം വീഞ്ഞുണ്ടാക്കി നമുക്ക് രണ്ടുപേർക്കും കൂടി കുടിക്കാം. എന്താ ഒന്നും മിണ്ടാത്തത്? വീഞ്ഞ് വാറ്റാൻ താല്പര്യമില്ലെന്നുണ്ടോ? ആ വീഞ്ഞിനേക്കാൾ ലഹരിയുണ്ട് എന്റെ പ്രിയന്റെ കണ്ണുകളിൽ കത്തുന്ന പ്രണയത്തിന്. പക്ഷേ എന്റെ പ്രണയം വീഞ്ഞിനോടാണ് പ്രിയേ. എന്റെ പ്രണയം അങ്ങയോടും. അങ്ങ് കുടിക്ക. അയ്യോ, എന്തു പറ്റി? നീ എന്നെ ചതിച്ചു. നീ വീഞ്ഞിൽ വിഷം കലർത്തിയല്ലേ? അയ്യോ, ഞാൻ കലക്കിയത് വിഷമല്ല, അങ്ങയുടെ ഒടുക്കത്തെ വീഞ്ഞുകൂടി നിർത്താനുള്ള പൊടിയാ. സത്യവതി. അതേ പ്രിയപ്പെട്ടവനെ, വീഞ്ഞുപാനി അറിയാതെ പാനം നിർത്താൻ കൊട്ടാരം വൈദ്യൻ തന്ന പൊടിയായിരുന്നു അത്. എങ്കി നിന്റെ കൊട്ടാരം വൈദ്യന്റെ പൊടി മാറിപ്പോയടി. ഇത് വിഷമാ, സാക്ഷാൽ കാളകൂട വിഷം. പ്രിയനെ, 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 അയ്യോ പ്രിയനെ, ആരാ? അയ്യോ, എന്താ മോളെ, എന്തിനാ നിലവിളിച്ചേ? ഞാൻ നിലവിളിച്ചോ? പിന്നല്ലാതെ റൂമിലേതോ കള്ളം കയറിയെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ സ്വപ്നം കണ്ടതാ. ഏതെങ്കിലും കോടീശ്വരന്റെ കയ്യിൽ നിന്ന് ചവിട്ട് കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടതാവും. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിന്നോട്. ഞാൻ പോയിട്ട് ബാക്കി കൂടെ ഉറങ്ങട്ടെ. എന്ത് സ്വപ്ന നീ കണ്ടേ? ആര്യൻ, ആര്യൻ എന്റെ എടിയെ നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എടാ എടാ ഒന്ന് എഴുന്നേക്ക്. ആര്യൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്, ഉടനെ അങ്ങോട്ട് പോണം. ആപത്തോ? ആ, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ വന്ന് നിന്നെ കൊണ്ടുപോവാ. അല്ല, ആരെന്താ പറ്റിയ? എടാ എന്തോ പ്രശ്നമുണ്ട്. ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്നതാ ഞാൻ കണ്ടത്. അയ്യോ, ബ്ലഡോ? എടാ, ആ കല ഡോക്ടർ തന്ന പൊടി മാറിയോന്ന് എനിക്ക് സംശയമുണ്ട്.
അങ്ങനൊന്നും പിടിച്ചു മാറില്ല. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞേ? ഞാൻ സ്വപ്നം കണ്ടതാ. ഏ? സ്വപ്നോ? ആ എടാ, വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നമായോണ്ട് ഫലിക്കുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. നീ ഉടനെ പോയി ആര്യന് ഒരു കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്ത്. ഡാ, പറ്റുമെങ്കിൽ ആരിനെ കൊണ്ട് തന്നെ ഫോൺ വിളിപ്പിക്കണം. കൊള്ളാവടി, കൊള്ളാം. സൂപ്പർ ഐഡിയ. ഞാൻ പണ്ടാരം എടുത്തുവിടുകയും ചെയ്തു. നീ എന്തോ പൊട്ട സ്വപ്നം കണ്ട് ഞാൻ എന്റെ ഉറക്കവും കളഞ്ഞ് അവന്റെ വീട്ടിൽ പോണം അല്ലേ? ആ സമയത്ത് നീ മൂടി പൊതിച്ചു കിടന്ന് ഉറങ്ങും അല്ലേ? നിന്റെ തലയ്ക്ക് എന്തടി വയ്യേ? എടാ, ഞാൻ ഉറങ്ങാതെ നിന്റെ ഫോൺ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാടാ. ആ വേണ്ട. എടാ അതെ, ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ ആര്യനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലടാ. ഞാൻ ഇപ്പോഴും വിളിച്ചു നോക്കി. എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഷുവറാണ്. ആര്യന് വിവരമുള്ളതുകൊണ്ടാ നിന്റെ ഫോൺ എടുക്കായിരുന്നത്. ആ സാധനം തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്റെ ഫോൺ എടുത്തു. ഗുഡ് നൈറ്റ്. എടാ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എടാ, അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വാടാ പ്ലീസ്. ഗുഡ് നൈറ്റ്. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ് കിഴങ്ങത്തി. ചേച്ചി, മമ്മിയെ കാണാൻ വന്നാണോ? അതെ റോഷൻ, ഒരു ലോണിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. മാഡം ഇപ്പൊ വരുമെന്ന് സെർവന്റ് പറഞ്ഞു. ആ, മമ്മി കുളിക്കാണെന്ന് തോന്നുന്നു. ഇപ്പൊ വരും. ചേച്ചി ഇരിക്കെ. ചേച്ചി, കീർത്തിയുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? അതെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മിഥുന്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോ പെട്ടെന്ന് നടത്തേണ്ടി വന്നു. ബന്ധുക്കളെ പോലും വിവരം അറിയിക്കാൻ സമയം കിട്ടിയില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് എനിക്കറിയാം. റോഷനെ മാത്രമല്ല, അവളുടെ കൂടെ പഠിച്ചവരെ പോലും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോറി. ഏയ്, അതൊന്നും സാരമില്ല ചേച്ചി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവളുടെ ഹസ്ബൻഡും ഇന്ന് വീട്ടിലേക്ക് വിരുന്നിന് വരുന്നുണ്ട്.